ആ കുടുംബത്തിനൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് സർക്കാർ ഉണ്ടാകുമെന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത്. ബിന്ദുവിനെ കുറിച്ച് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കേട്ടതാണ്. അതിൽ ചില പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ബിന്ദുവിന്റെ അകാല വിയോഗത്തിൽ ആ നാടാകെ തേങ്ങുന്ന നിമിഷങ്ങളാണ് ഇപ്പോഴത്തേത്. അയൽപ്പക്കക്കാർക്കും നാട്ടുകാർക്കുമൊക്കെ വളരെ പ്രിയപ്പെട്ടവളായിരുന്നു ബിന്ദു. ഒരു സാധു കുടുംബം, ഒരു സാധു പെൺകുഞ്ഞ്, 2 മക്കളെ വളർത്താൻ വേണ്ടി വിഷമിച്ചൊരു പെൺകുഞ്ഞ്. ലാസ്റ്റ് ഇങ്ങനെയായ എൻ്റെ അനുഭവം. ഞാൻ കുറേ ഇന്നലെ ഉറങ്ങിയില്ല. ഇങ്ങോട്ട് വരുന്നവരെ കരച്ചിൽ ന്യൂസ് വെച്ചോണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹമായിട്ട് കഴിയും. കൂടപ്പിറപ്പ് പോലെ തന്നെ ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്കത് വലിയൊരു നഷ്ടം തന്നെയാണ്. അത് അവരുടെ കുടുംബത്താണ്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പ്രാർത്ഥനയുള്ളൂ. ഒത്തിരി സങ്കടമുണ്ട്. അമ്മയാണ് ഞങ്ങളെ കൂട്ടുകാരിയാണ്, മൂത്തമ്മ. ആദ്യം ഞങ്ങൾക്കൊട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. മാമി ആകൃതയെന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. മെഡിക്കൽ കോളേജ് ഞങ്ങളൊക്കെ വിശ്വസിച്ചിരുന്ന അഭയം കിട്ടുമെന്നാണ്. അഭയം എടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ആ ഒരു വേദന, തീരാ ദുഃഖമായിട്ട് തന്നെ മാറുന്നു. ആ കുഞ്ഞുങ്ങളെ 2 പേരെയും ആര് സംരക്ഷിക്കും? നല്ല ആൾക്കാർ, നല്ല ഒരു സഹകരണമുള്ള നല്ല ഒരു കഴിവില്ലാത്തവരായിരുന്നു. നല്ലൊരു ചേച്ചിയായിരുന്നു, പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല. ഈ പുള്ളിക്കാരത്തെ രാവിലെയും വൈകുന്നേരം ഇതിനു വേണ്ടിയിട്ട് തന്നെ ഓട്ടോ. അത് ഈ വീടിന് വേണ്ടിയിട്ട് മാത്രം, പിള്ളേരെ പഠിപ്പിക്കാനും ഭർത്താവിനും പാടില്ലാത്തതാണ്. എന്ത് കൊടുത്താലായി മതി വരുന്നതിന്. മാതാവല്ലേ, മക്കൾക്ക് മാതാവിനെ പോയില്ലേ. ഗവൺമെന്റിന്റെ ഭാഗത്ത് നല്ലൊരു സഹായം കൊടുക്കണം, എന്നാലേ നമുക്ക് അവരെ കരകയറ്റി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഉറ്റവരും നാട്ടുകാരും ആ കുടുംബാംഗങ്ങളും എല്ലാം കാത്തിരിക്കുന്നത് സർക്കാരിന്റെ ഒരു കൈത്താങ്ങിനായാണ്. ആ കൈത്താങ് സർക്കാർ നൽകുമെന്ന് തന്നെയാണ് നമ്മളും ഉറച്ച് പ്രതീക്ഷിക്കുന്നത്. അമ്മയെ പറയുന്നു, ഇങ്ങനെയൊരു മരണമാകല്ലേ, ഒന്ന് ഉറക്ക കരയാൻ പോലും കുടുംബങ്ങൾക്ക് കഴിയില്ല. മകൾക്കൊപ്പം കൂട്ടിരിക്കാൻ വന്നതാണ്. ശുചിമുറിയിലേക്ക് പോയി മകളുടെ അടുത്തേക്ക് പെട്ടെന്ന് വരാമോളെ എന്ന് നവമിയോട് പറഞ്ഞിട്ട് പോയൊരു അമ്മയാണ്. ആ അമ്മ ഇനി ഒരിക്കലും വിളി കേൾക്കാത്ത ലോകത്തേക്ക് പോയിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾ അതെങ്ങനെ താങ്ങും? ആ വീട് ഈ ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കും എന്നതുകൂടി സർക്കാർ സംവിധാനങ്ങൾ ഓർക്കേണ്ടതുണ്ട്. തിരിച്ചെത്താം ഇടവേള.